ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സരിക പ്രസാദ് ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇതിൽ സംസാരിക്കാൻ പോകുന്ന ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടാണ്. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമം? ശരിക്കും ഒരുപാട് ആളുകൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോസ് ചെയ്ത് നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എത്രത്തോളം വർക്കൗട്ട് ആകുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടാണ് ഞാനതിൽ പറയാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ ചിന്തകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും ആകർഷിച്ചെടുക്കുന്നത്. അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ. ഇപ്പോൾ ഒരാൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുമായി സമ്പർക്കം പുലർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളും എപ്പോഴും പോസിറ്റീവായിരിക്കാം, പുറമേയും അകമേയും. അതിന് കാരണം അയാൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കുന്നു. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്താഗതി മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ്, നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള കുറേ നെഗറ്റീവ് കാര്യങ്ങൾ, അതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിലോട്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും വീണ്ടും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. ശരിക്കും നമ്മളാരും നെഗറ്റീവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ല. പക്ഷേ നമ്മളറിയാതെ തന്നെ അതിനെ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. അത് എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ളത് പലരും ചിന്തിക്കും, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുമെന്നൊക്കെ. പക്ഷേ പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും നമ്മൾക്ക്. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിരിക്കുക. നമ്മളെന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ മൈൻഡിലിപ്പോൾ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിട്ടിരിക്കുക. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയാണോ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തയാണോ, നെഗറ്റീവായിട്ടുള്ള ചിന്തയാണോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം നമ്മൾ കോൺഷ്യസ് ആയിരിക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ സാധിക്കണം എന്നില്ല. കാരണം നമ്മൾ സ്ഥിരം ചെയ്തു വന്നത് നെഗറ്റിവിറ്റിയിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്നും പറ്റണം എന്നില്ല. പക്ഷേ നമ്മൾ സ്ഥിരം അത് ചെയ്ത് അതൊരു പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും അതിലോട്ടൊന്ന് കോൺഷ്യസ് ആയി തുടങ്ങും, പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായിട്ട്. നെഗറ്റിവിറ്റി വരാം, സ്വാഭാവികം, കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ മനഃപൂർവ്വമായിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുക നമ്മുടെ മെമ്മറിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ മെമ്മറിയിലോട്ട് റീപ്രോഗ്രാം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ എത്ര തന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ, 1-2 പോസിറ്റീവ് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നെഗറ്റിവിറ്റിയിലായതുകൊണ്ട് തന്നെ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് കാര്യങ്ങളെ എലിമിനേറ്റ് ചെയ്ത് പോസിറ്റീവ് കാര്യങ്ങളെ മനഃപൂർവ്വമായിട്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ആ പാത്തിലോട്ട് എത്തിച്ചേരും. ഇപ്പോൾ 24 hours ഹാപ്പി ആയിട്ടിരിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ പലരും കരുതുന്നത് അങ്ങനെ 24 hours ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിലായിട്ടുണ്ടാവും. പക്ഷെ സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ആദ്യം ഇതാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫിലോട്ട്, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയിലോട്ട് മാത്രമേ ആ ഒരു ഓറ ഉണ്ടാവൂ. ആഗ്രഹിച്ച കാര്യങ്ങൾ ഈസി ആയിട്ട് നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതിന് നമ്മൾ ഒരുപാട് ടെക്നിക്സ് നമ്മൾ ദിനം പ്രതി കണ്ടുവരുന്നുണ്ട്. പറയുവാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് സൈഡിനെ മാറ്റിക്കൊണ്ട് പോസിറ്റിവിറ്റിയെ നമ്മുടെ ലൈഫിലോട്ട് നിറയ്ക്കാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ എന്നുള്ളത് വരുന്ന വീഡിയോസിലൂടെ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.